വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫിഫ അറബ് കപ്പിന് വോളണ്ടിയേഴ്സിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ്. സോ ഫസ്റ്റ് നമ്മുടെ ബാഗിലുള്ളത് ഈ ഒരു മാനുവലാണ്, പിന്നെ നമ്മളെ അക്രഡിറ്റേഷൻ, പിന്നെ നമ്മളെ യൂണിഫോം ഓരോന്നായിട്ട് നമുക്കിത് നോക്കാം. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഐറ്റം, ജാക്കറ്റാണ്. ഇവിടെ സൈഡിലാണ് നെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്. കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നത് ഒരു ബ്ലൂ കളർ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഇതാണ് ടൂർണമെൻറ്റ്. റെയിൻ കോട്ടാണ് നമ്മൾ. നെക്സ്റ്റ് ഐറ്റമാണ് ഈ 3 പെയർ സോക്സ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നത് വൈറ്റാണ്. പിന്നെ തൊപ്പി കഴിഞ്ഞ 2 പ്രാവശ്യം കിട്ടിയിരുന്നതും വൈറ്റാണ്. പിന്നെ ബാഗ് ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്രാവശ്യം. ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടിയിരുന്നത് ഒരു ബ്ലൂ കളർ ബാഗാണ്. ഇപ്രാവശ്യം ഉള്ളത് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് കളറാണ്, സൈഡിൽ സിബൊക്കെ ഉള്ള. ഫൈനലി 2 ജേഴ്സിയാണ് നമുക്കുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ യൂണിഫോം. വോളണ്ടിയേഴ്സിന് റെഡ്, വൈറ്റ്, റെഡ് ഇങ്ങനെ വരിക. സ്റ്റാഫ് അതുപോലെ മറ്റുള്ളവർക്കുള്ളത് കംപ്ലീറ്റ് റെഡാണ്. ഇതും ഈ ഒരു നെറ്റ് ഡിസൈൻ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബാക്ക് ഫിഫ വോളണ്ടിയേഴ്സിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ഈ ഒരു കളർ പാറ്റേണാണ് എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫിഫ അറബ് കപ്പിൻ്റെ ലോഗോ. ഈ ഒരു ട്രാക്ക് പാൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നത് ഡാർക്ക് കളറായിരുന്നു. നല്ല അടിപൊളി ട്രാക്ക് പാൻറ്, നല്ല ഡിസൈനാണ്. ലാസ്റ്റ് ടൈം കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. ഇപ്രാവശ്യം സൈഡിൽ ഒരു ബ്ലൂ വൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നെറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. മികച്ച പ്രൊഡക്റ്റാണ്. എല്ലാം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് അഡിഡാസിൻ്റെ സ്പോൺസേർഡ് പ്രൊഡക്റ്റുകളാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് കിട്ടിയിരുന്നത് ഒരു പേപ്പർ ബാഗിലാണ് കംപ്ലീറ്റ് കിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം റീയൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗിലാണ്. നെക്സ്റ്റ് നമുക്ക് ഷൂസ് നോക്കാം. സോ ഈ ഒരു ഷൂസാണ് നമ്മൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മികച്ച ക്വാളിറ്റിയുള്ള റണ്ണിങ് ഷൂസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ് എല്ലാ ടൂർണമെൻറ്റിലും നമുക്കിതുപോലെ ഓരോ പെയർ ഷൂസ് കിട്ടാറുണ്ട്.